വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ വേറൊരു പാർട്ട് 2 ഓഫ് ആർ ബോഹോ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. സോ അതിന് ഫസ്റ്റ് ഞാൻ മാക്സിമം കുറേയൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഔട്ട്ലൈൻ ഇറ്റ്. മേ ബി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. സോ യു ക്യാൻ സീ വെൻ ഐ സ്റ്റാർട്ട് ഡ്രോയിങ്. സോ ഡയറക്റ്റ്ലി ഞാൻ പെയിൻറ്റ് വെച്ചിട്ടാണ് വരച്ച് തുടങ്ങുന്നത്. നമ്മൾ ലാസ്റ്റ് പെയിൻറ്റിങ്ങിൽ വെൻ വി ഡ്രോ വിത്ത് പെൻസിൽ ആ ഒരു ലെയർ അങ്ങനെ കാണുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഞാൻ ഇപ്പോൾ ഐ എം ടേക്കിംഗ് ദ പെയിൻറ്റ്. ഞാൻ ഡാർക്ക് ബ്ലൂ കളർ പെയിൻറ്റാണ് എടുക്കുന്നത്. ദിസ് വൺ ഇതെടുത്തിട്ട് ജസ്റ്റ് ഗോണ ഡ്രോ ഇങ്ങനെ ഒരു സിക്സ് ആക്ക് പോലെ ഒരു പേജിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഔട്ട്ലൈൻ. എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് വാട്ടർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നിനല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റിന്. ജസ്റ്റ് ഡാബ്ഡ് എ ലിറ്റിൽ വാട്ടർ. അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാൻ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഗിവിങ് ദ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്. നിങ്ങൾ ഇത് നമുക്ക് ക്യാൻവാസിലൊക്കെ മൂന്നാലെണ്ണം ചെയ്യാം. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്രിലിക് കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, വാട്ടർ കളറല്ല. ഇപ്പം നിങ്ങളെല്ലാവരും ബുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ബുക്കിൽ അക്രിലിക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ലീക്കേജ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം താഴത്തെ പേജിലേക്ക് അത് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ലുക്ക് മെസ്സി. ആ ഹോൾ പേജിന് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കും. അപ്പോൾ ഇൻസ്റ്റെഡ് ആണ് നമ്മൾ ഇതുപോലെ വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. And we're going to finish the blue color. Nice ആയിട്ട് ഇങ്ങനെ സെഗ്മെൻറ്റ് ബൈ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോർഡേഴ്സ് കുറച്ച് ഹൈലൈറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. കാരണം അത് ഹൈലൈറ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ അടുത്ത കളറൊക്കെ വരുമ്പോൾ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തത് എല്ലാ കളേഴ്സും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ദിസ് ടൈം നമ്മൾ കളേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേജിൻ്റെ ഇങ്ങനത്തെ ഒരു പാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു അനദർ കളർ. അപ്പം ഞാൻ ഇത്തവണ എടുത്തിരിക്കുന്നത് ഒരു ചന്ദന കളർ എന്ന് പറയില്ലേ നമ്മൾ, ഒരു ക്രിംസൺ യെല്ലോ എന്നുള്ള കളറാണ്. അത് കളർ ക്രിംസൺ യെല്ലോ ആണ്. ഇതാണ് കളർ. ഐ ജസ്റ്റ് ഷോ യു. ദിസ് ഇസ് ദ കളർ. ഇറ്റ് ലുക്സ് ലൈക്ക് എ മിക്സ് ഓഫ് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഒക്കെ മിക്സ് ചെയ്താൽ കിട്ടുന്ന പോലെ. ഇനി അത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, ഇത്രയും താഴോട്ട് കേട്ടോ. അതായത് കൊടുക്കാൻ കുറച്ചധികം പോർഷൻ വരും. അപ്പോൾ ഈ ഒരു എൻഡിൽ നിങ്ങൾ ഡാർക്കായിട്ട് ആദ്യം ബോർഡർ ഇടണം. ബോർഡർ പതുക്കെ ചെയ്യാവൂ, അല്ലെങ്കിൽ ബ്ലൂ ആയിട്ട് മിക്സ് ആവും. അത് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം തട്ടിക്കാതെ പെയിൻറ്റ് മാത്രം എടുത്തിട്ട് ബോർഡർ ഇട്ട് കൊടുക്കണം. ഇവിടെയും ബോർഡറായി. ഇനി താഴത്തേക്കും ബോർഡർ. അതിന് നമ്മളത് എവിടെയും കൂടെ ഒന്ന് ബോർഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ വരും ഷേപ്പ്. ഇങ്ങനെ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തൊന്ന് ജസ്റ്റ്
ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. വെള്ളം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വാട്ടർ കളേഴ്സ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ എല്ലാവിടെയും ഫില്ലാവുന്ന രീതിയിൽ അല്ലേ. അപ്പം നമ്മളിത് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് കാണിച്ചാൽ കണ്ടു ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു. യെല്ലോ ആൻഡ് ബ്ലൂ എന്നുള്ള ഇതിൽ. ഇനി നമ്മൾ ഇപ്പുറത്ത് വേറെ കളേഴ്സ് കൊടുക്കാൻ പോകണം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്ത്. അതിന് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ പിങ്കാണ്. പിങ്ക് എടുത്തിട്ട് ഞാനിങ്ങനെ എടുത്തു, പിങ്ക് കളർ എടുത്തു. വളരെ ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡറിലാണ് ഞാൻ എത്ര ഭാഗമേ കൊടുക്കുന്നുള്ളൂ. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഓക്കെ. ഇനി ഞാനത് അതെല്ലാം ഒരിത്തിരി സിക്സ് ആക്ക് പോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു കറക്റ്റ് ഷേപ്പൊന്നും ഇല്ലാതെ കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തില്ലേ. ഇനി നമുക്ക് ഒരു കളറും കൂടെ കൊടുക്കാനുണ്ട്. ഞാനത് ആക്ച്വലി ഗ്രേ ആണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഗ്രേ എക്സാക്ട്ലി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു ചെറിയ പാലറ്റ് പോലെ എന്തെങ്കിലും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ നോർമൽ പാലറ്റ് ഉണ്ടെങ്കിൽ സാധാ പാലറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഡബ്ബയുടെയൊക്കെ മൂടി എടുത്താലും മതി. അപ്പം നമുക്ക് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മതി. അപ്പം ഞാൻ ഇവിടെ ബ്ലാക്ക് ഇതിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും ബ്ലാക്ക് എടുക്കുന്നുള്ളൂ. ഒരു 3 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രഷിലുള്ള ബ്ലാക്ക് മൊത്തം നമുക്ക് ഈ ഒരു ഇതിലേക്ക് ആക്കി വയ്ക്കാം. എന്നിട്ട് ഞാൻ ബ്രഷ് നന്നായി വാഷ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ വേറെ ബ്രഷ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബ്രഷ് വെച്ചിട്ട് എടുക്കാം. ഇനി ഞാൻ ഒരൊറ്റ ഡ്രോപ്പ് ഓഫ് വൈറ്റ്, ഒറ്റ ഡ്രോപ്പ് ഓഫ് വൈറ്റ് എടുത്തിട്ട് ഇതിനെങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേ കിട്ടും. നമ്മൾ ഓൾറെഡി കളർ മിക്സിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് പ്ലസ്
വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രേ കിട്ടും എന്നുള്ളത്. പിന്നെ നമുക്ക് ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഗ്രേ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വൈറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ബ്ലാക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൂടുതലെങ്കിൽ നമുക്ക് ഡാർക്കർ കളർ കിട്ടും, വൈറ്റ് ആണ് കൂടുതലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് കിട്ടും. അപ്പോൾ കണ്ടോ ഞാൻ അതിന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കൊടുക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ ഇതിൻ്റെ ബോർഡറിലായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിങ്ങും നമ്മളിന്ന് കളർ മിക്സിങ്ങും നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഗ്രേ. എങ്ങനെ ഗ്രേ കളറ് എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പാലറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ബ്ലാക്കിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുക, വൈറ്റിലും ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്രേ കിട്ടി. ഇനി ലൈറ്റർ കളർ ഗ്രേ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ റേഷ്യോ കൂട്ടുക. ഡാർക്കാണ് വേണ്ടതെങ്കിൽ ബ്ലാക്കിൻ്റെ റേഷ്യോ കൂട്ടുക. അതായത് കൂടുതൽ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി നല്ല ഡാർക്കായിട്ടുള്ള, ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രേ എടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ നല്ല ഫ്ലൂറസൻറ്റ് പിങ്ക് അല്ലേ, അപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല കുറച്ചുകൂടെ ലൈറ്റർ ഗ്രേ ആണ് വേണ്ടതെങ്കിൽ വൈറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റിങ്ങുകളും എല്ലാം ഒന്ന് ഈവനാക്കി കൊടുക്കുക. എവിടെയെങ്കിലും ഒരിത്തിരി ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാവുന്ന രീതിയിലൊന്ന് ഈവനാക്കി കൊടുക്കുക. റൈറ്റ്. ഇനി ഇത് നമുക്ക് ഉണങ്ങിയിട്ട് ബാക്കി അടുത്തത് ചെയ്യാം. സോ നമ്മുടെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഞാൻ മാർക്കർ എടുക്കുന്നത് ഈ പെയിൻറ്റിൻ്റെ മുകളിൽ കൂടെ വരാനാണ്. നമ്മൾ ഇന്നലെ പഠിച്ചതിൽ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ഒക്കെ ചെയ്തതിൽ തന്നെ ഒരൊറ്റ സ്ട്രാൻഡ് ഓഫ് ലീഫ് മാത്രമാണ് നമ്മളിതിൽ വരയ്ക്കുന്നത്. അപ്പോൾ ആ ലീഫിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ അറ്റമൊക്കെ ഇത്തിരി വളച്ചും ചരിച്ചൊക്കെ നല്ല ഭംഗിയിൽ ബോൾഡായി കൊടുക്കുന്ന പോലെയാണ്. അതായത് ഒരേ സ്ഥലത്തുനിന്ന് രണ്ട് സൈഡിലോട്ടും വരും. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ടിങ് എങ്കിൽ ഇങ്ങനെയും വരും, തിന്നായിട്ടും. ഈ യെല്ലോയിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ കാണും. ബാക്കിയുള്ള കളേഴ്സ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആ ബ്ലാക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷമേ കറക്റ്റായിട്ട് കാണുള്ളൂ. കണ്ടോ, നമ്മൾ ഇത്രയും വരച്ചു. അപ്പോൾ മാർക്കറിൻ്റെ പാർട്ട് ഇസ് ഓവർ. ഇനി നമുക്ക് ബ്ലാക്ക് കൊണ്ട് ഫില്ലിങ് കൊടുക്കാനാണ് നമുക്ക് ആവശ്യം. ഞാൻ ബ്ലാക്ക് എടുത്തു. ഈ ബോഹോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് കുറച്ചധികം ചിലവാകും കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ബ്ലാക്കിലാണ് ഇതിൻ്റെ മോസ്റ്റ്ലി ഫില്ലിങ്സ് എല്ലാം വരും. അപ്പോൾ നമ്മളത് എടുത്തു ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുകയാണ്. ഗ്രേ ആണ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളതെങ്കിലും ഈ ഒരു പോയിന്റിലൊക്കെ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നതുകൊണ്ട് അത് നന്നായി എടുത്ത് കാണിക്കും. ഇനി നിങ്ങൾക്ക് അവിടെ വേറെ വല്ല കളേഴ്സ് കൊടുക്കാനുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ വരയ്ക്കുക. അതുപോലെ ബോഹോ പെയിൻറ്റിങ് ഓണായിട്ട് ചെയ്ത് നോക്കുക. വേറെ ഏതെങ്കിലും മെത്തേഡിൽ, ഞാൻ പല മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞുതരാം, പല പെയിൻറ്റിങ്സ്, അതായത് നമ്മളെപ്പോഴും കണ്ടുവരുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓണായിട്ട് എന്തെങ്കിലും ഇൻവെൻഷനൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. സോ എനിക്കറിയാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ.
മാൻഡേറ്ററി ആയിട്ടല്ല, തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം എല്ലാ പെയിൻറ്റിങ്ങും, ഇപ്പോൾ ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങളതെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ ചെയ്യാതെ എന്തെങ്കിലും സ്വന്തമായൊക്കെ വരയ്ക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അത് കാണുമല്ലോ, എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടിവേഷൻ ആകുമെന്ന് പറയുന്ന പോലെ. ഇൻ കേസ് ലീഫൊന്നും ഇത്ര പെർഫെക്ഷനിൽ ഫസ്റ്റ് വരയ്ക്കാൻ കിട്ടുന്നില്ലെങ്കിൽ സാരില്ല, നമ്മളിത് കുറേ മോഡൽസ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആയിക്കോളും. പിന്നെ നിങ്ങളുടെ കൈയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതുപോലത്തെ ഷേപ്പ് വരയ്ക്കാൻ, ഇപ്പം എനിക്കൊക്കെ ആദ്യം ഞാനിതെങ്ങനെ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ഫോർ മീ ടു. കണ്ടു, ഇവിടെ എത്തുമ്പോൾ എൻ്റെ ബ്രഷ് കുറച്ച് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി നനച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ കൊടുക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ നടുവിലത്തെ ലൈനും കൂടെ ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പതുക്കെയാണ് അത് കൊടുക്കുന്നത് കേട്ടോ, കാരണം അത് ഒരുപാട് വീതി കൂടാനും പാടില്ല. ഇതിൻ്റെ ലൈനില്ലേ, നടുവിലത്തെ ലൈന്, അപ്പം അത് വളരെ പതുക്കെ ആ പെന്ന് കൊണ്ട് നമ്മൾ മാർക്കർ കൊണ്ട് വരച്ചതിൻ്റെ മുകളിലൂടെ ചെറിയ തിന്നായിട്ട് വരച്ചു കൊടുക്കുമ്പോൾ അതും ഹൈലൈറ്റായി നിൽക്കും. കണ്ടോ, അപ്പം ത്രൂ ഔട്ട് ദി എൻറ്റയർ പെയിൻറ്റിങ് നല്ല ഹൈലൈറ്റായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ്.